നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. 2 ഗോളുകൾക്ക് ലീഡ് ചെയ്ത് നിന്നിട്ടാണ് കളിയുടെ അവസാനത്തെ 20 മിനിറ്റിൽ 4 ഗോളുകൾ വാങ്ങി എഫ് സി ബാഴ്സലോണയോട് അത്ലറ്റിക്കോ മാഡ്രിഡ് തോറ്റത്. ഈ സീസണിൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു മത്സരമായിരുന്നു ഇത്. അതിലെ തോൽവി തീർച്ചയായിട്ടും വലിയ നിരാശയുണ്ടാക്കുന്നതായിരിക്കും അത്ലറ്റിക്കോ മാഡ്രിഡിന്. ഇപ്പോൾ ആ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഡിയാഗോ സിമിയോണി. തനിക്ക് തെറ്റുപറ്റി, ആ താരത്തെ നേരത്തെ ഇറക്കണമായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും 2-0 ലീഡ്, 2 ഗോൾ അഡ്വാൻറ്റേജ് സിമിയോണി വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് നഷ്ടപ്പെടുത്തി തോൽക്കുന്നത്. 17 വർഷങ്ങൾക്ക് മുമ്പ്, 662 ലാലിഗ മത്സരങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ മുമ്പ് തോറ്റിട്ടുള്ളത്. 2-0 നിന്ന് 3-4 2007 നവംബർ 4 VRLനോട് തോറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് 2-0 ലീഡ് എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ തോൽക്കുന്നത്. സോ സിമിയോണിക്ക് അതിൻ്റേതായിട്ടുള്ള സങ്കടമുണ്ട്, നഷ്ടബോധമുണ്ട്. അതാണ് അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞത്. ഞാൻ വിചാരിച്ചു 2-0 എന്ന് പറയുമ്പോൾ ആ ഒരു 2-0 സെറ്റിൽ ചെയ്യാനുള്ള സമയം പിന്നെ ഇല്ല എന്ന്. പക്ഷേ അവർ കാര്യങ്ങൾ മാറ്റി 2-1 എന്ന രൂപത്തിലേക്കാക്കി. സോ ഇത് ബാഴ്സലോണയാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അത് അവരുടെ കോൺഫിഡൻസ് വല്ലാതെ വർദ്ധിപ്പിച്ചു. അവർ ആ സ്പേസ് മുതലാക്കിയെടുത്തു. ആ ഒരു ഭയത്തിൻ്റേതായിട്ടുള്ള അന്തരീക്ഷം അവരങ്ങ് മാറ്റി. അവർ 2-2 എന്ന രൂപത്തിലേക്ക് കളി മാറ്റിയെടുത്തു. എഗെയിൻ അവർ വിജയിച്ചു പോവുകയും ചെയ്തു. തീർച്ചയായിട്ടും ഓപ്പണൻസിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാം നല്ല രൂപത്തിൽ പോവുകയായിരുന്നു, പെർഫെക്റ്റ്ലി പോവുകയായിരുന്നു. ഞാൻ ഹിമിനസിനെ കൊണ്ടുവരാൻ വൈകി. ഞാൻ അവനെ നേരത്തെ ഇറക്കണമായിരുന്നു. ഫുട്ബോൾ നമുക്കൊരിക്കലും മാപ്പ് നൽകില്ല. ചെയ്യാനുള്ളത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഞാനിവിടെ സെൽഫ് ക്രിട്ടിക്കലായിട്ട് മാറുകയാണ്. ബി ഹിമനസ് ഉണ്ടാകുമ്പോൾ ആ ഗെയിം ആവശ്യപ്പെട്ടിരുന്ന ഹിമനസിനെ നേരത്തെ ഇറക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ ആ കാര്യത്തിൽ ലേറ്റായിപ്പോയി. ചേഞ്ച് ഞാൻ നടത്തുമ്പോഴേക്കും 2-2 എന്ന രൂപത്തിലേക്ക് കളി മാറിക്കഴിഞ്ഞിരുന്നു എന്നുകൂടി ഇപ്പോൾ സിമിയോണി പറയുന്നു. തൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒരല്പം വൈകി എന്നാണ് അദ്ദേഹം പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ്